ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഷെയറാണ് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ എന്നുള്ളത്. 119.46% ആണ് ഇതിനകത്ത് ഒരു വർഷത്തിനുള്ളിലുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നടക്കുന്നത് 897 ആണ്. അതുപോലെ തന്നെ നോക്കുക, 6 മന്ത് ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 60% അതിനകത്തിന് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ടൈം നോക്കുവാണെങ്കിൽ 13% ആണ് ഇതിനകത്ത് അപ്പ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കലാണ്, ഹെൽത്ത് കെയർ പ്രൊഡക്റ്റാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടെ ഒരു നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ആണ് ഏത് സമയവും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഒരു അപ്സൈഡ് പോയി ഡൗൺ സൈഡ് വന്ന്, പിന്നെ അപ്സൈഡ് പോയി ഡൗൺ സൈഡ് വന്ന് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാൻ സാധ്യത ഇവിടെ കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇവിടെ ഒരു ലൈൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് പോയിന്റ് കിട്ടാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത് അപ്സൈഡിലേക്ക് പോകുന്നത് ഞാൻ പറയുന്ന കാരണം. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങളുടെ അനലിസിസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ട്രേഡ് ചെയ്യാവുന്നതാണ്. എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 900 ആയിരിക്കും. 985 തൊട്ട് 1000 റേഞ്ച് വരെയാണ് ഒരു ടാർഗറ്റിൻ്റെ പോയിന്റ് ആണ്. എൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ 827 830 റേഞ്ചിലേക്ക് എൽ ഇട്ടേക്കുന്നു. നമ്മുടെ ഈ വീക്കിലെ ക്യാൻഡിലിൻ്റെ ലോ ആണ് എൽ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ബയേഴ്സിൻ്റെ എൽ ഓർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലേഴ്സിൻ്റെ എൽ ഓർഡേഴ്സ് ഉണ്ട്. ഈ ഒരു റേഞ്ചാണ് ഞാൻ ടാർഗറ്റായിട്ടും സ്റ്റോപ്പ് ലോക്കേഴ്സായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിതുപോലെ നല്ല ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ഇതൊക്കെ കൺഫർമേഷൻ എടുക്കാവുന്നതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൊടുത്തിരിക്കുന്നത് 155.9 ബില്യനാണ്. അതുപോലെ തന്നെ പി കൊടുത്തിരിക്കുന്നത് 49. ഏണിങ്സ് ക്വാർട്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു റേഞ്ചിലേക്കാണ് പോയിരിക്കുന്നത്. നല്ലൊരു 2024 അപേക്ഷിച്ച് 2025 ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മൂവിങ് ആവറേജ് നോക്കുമ്പോഴും ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിവറ്റ് പോയിൻറ്റിൽ ക്ലാസിക്കും അതിൽ ക്യാമറ പിവറ്റ് പോയിൻറ്റിൻ്റെ ഒരു മിക്സപ്പ് ആയിട്ടാണ് അതിനകത്ത് റെസിസ്റ്റൻറ്റും സപ്പോർട്ട് ലെവലും ഞാൻ ടാർഗറ്റ് മെസ്സലായിട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ടൈം ഫ്രെയിമുകളിൽ കൂടി നല്ല സ്റ്റോക്കുകൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഷോർട്ട് ടൈമിലേക്ക് ഈ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള സ്റ്റോക്കും അനലൈസിസ് റിപ്പോർട്ടുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.